ഞാനെന്ന് പറയാൻ പോകുന്ന കാര്യം പ്രണയം കൈവിട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ആഘാതത്തെക്കുറിച്ചാണ്. നമ്മൾ ഒരുപാട് ന്യൂസ് കാണുന്നുണ്ട്. ആ ന്യൂസിലെല്ലാം പ്രണയം കൈവിട്ട് പോകുമ്പോൾ എന്ന് വെച്ചാൽ പ്രണയം നമ്മൾ സ്നേഹിച്ച് കഴിയുമ്പം അത് അതിര് കിടക്കുമ്പോൾ ഒരുപാട് പേര് പെൺകുട്ടികൾ ഇപ്പം ഈ വർഷം തന്നെ ഒരു 9 പെൺകുട്ടികൾ കൊല ചെയ്തപ്പെട്ടു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ കൂടുതലും പ്രണയം വഹിക്കും. നമുക്ക് അഗാധമായ ഇതായിട്ടങ്ങ് വരിക. ചിലർക്ക് പ്രാന്താണ് പ്രണയം എന്ന പ്രാന്ത്. പ്രണയം വേണം ഒരു ലിമിറ്റ്. നമുക്കിപ്പോൾ ഒരു പെണ്ണോ ഒരാണോ നമ്മൾ സ്നേഹിക്കുകയാണ്, അവരെ നമ്മൾ സ്നേഹിക്കണം. അഗാധമായി ഉള്ള പ്രേമം ഇതായി കഴിയുമ്പോഴാണ് നമ്മൾ കൊല ചെയ്തപ്പെടുന്നത്. നമ്മൾ ഒരിക്കലും അങ്ങനെ പാടില്ല. അതൊരുമാതിരി ഒരു മാനസിക ഒരു സൈക്കോളജിക്ക് ഒരു ഇതായിട്ടാണ് ആ ഇതിലേക്ക് മാറുന്നത്. അത് പ്രണയം എന്ന് പറയാൻ പറ്റത്തില്ല, അത് വേറൊരു രോഗത്തിലേക്ക് മാറും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും ഒരുപാട് അങ്ങനെ ആകരുത്. നിങ്ങൾക്ക് പ്രേമിക്കാം, നിങ്ങൾക്ക് പ്രണയിക്കാം, ഒക്കെ നമുക്ക് ചെയ്യാം. പ്രേമം തന്നെയാണ് പ്രണയം കേട്ടോ. ഇനി അത് ഓർത്ത് നിങ്ങൾ ആരും ഇത് ചെയ്യണ്ട. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷെ നമ്മളൊരു ലിമിറ്റ് വെക്കുക. ഓവറായിട്ട് നമ്മളിത് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇപ്പോൾ അവൾ അല്ല അവൻ വിട്ടു പോകുമ്പോൾ നമുക്ക് അവരെ കൊല ചെയ്യപ്പെടണം, അല്ല അവരെ കൊല്ലണം എന്നുള്ള ഇത് നമ്മുടെ മനസ്സിലേക്ക് വരും. അതാണ് പ്രണയം കൈവിട്ട് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് സംഭവം അങ്ങ് പോകും. പിന്നെ നമുക്ക് അവരോട് പകയാവും. ഈ പകയാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നത്. അഗാധമായ പക കൊണ്ടാണ് ഒരുപാട് പെൺകുട്ടികൾ കൊല ചെയ്യപ്പെടുന്നത്. ചിലപ്പോൾ ആൺകുട്ടികളും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, നേരെ തിരിച്ചും ആയിട്ടുണ്ട്. പക്ഷെ ഒരുപാട് പെൺകുട്ടികളാണ് കൂടുതലും കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് നമ്മളൊന്ന് നോക്കുക. നമ്മളിപ്പോൾ ഒരു പ്രണയിക്കും, ഇപ്പോൾ നിങ്ങൾ ആണോ പെണ്ണോ പ്രണയിച്ചോളൂ. പക്ഷേ നിങ്ങൾ ഇത് കൂടുതൽ ഇതിലേക്ക് പോയി കഴിയുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ മാനസികമായും എല്ലാം നിങ്ങൾ ഭയങ്കര ഇതിലേക്ക് അങ്ങ് പോകും. പിന്നെ നിങ്ങൾ ആ പ്രണയമല്ല നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് പ്രണയമല്ല. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് പിന്നെ അവരോടുള്ള പകയും ദേഷ്യമാണ്. പിന്നെ അവരെ എങ്ങനെയെങ്കിലും വകവരുത്തണം, അല്ല അവരെ എങ്ങനെയെങ്കിലും നമുക്ക് അപമാനിക്കണം. അപ്പം അതുകൊണ്ടാണ് പലരും പല രീതിയിലേക്ക് ചാടുന്നത്. അതൊരു എടുത്തുചാട്ടമാണ്. മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് വിടുമ്പോൾ ഉള്ള എടുത്തുചാട്ടമാണത്. അത് കൂടുതൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മെഡിറ്റേഷൻ ചെയ്യുക, യോഗ ചെയ്യുക, ഇതുപോലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിരുന്നെങ്കിൽ നമ്മുടെ കൺട്രോളിൽ നമ്മുടെ മനസ്സ് വരും. ഓക്കെ, അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ നിങ്ങൾക്ക് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ്. താങ്ക് യു, ബൈ ബൈ.